മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സേഫ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്തായാലും സ്വാഗതം റസ്നാസ് കിച്ചണിലേക്ക്. നമ്മൾക്ക് ഇന്ന് ഇന്നത്തെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ കുറച്ചേരെങ്കിലും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിസ്സ അല്ലേ. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. അതും ഓവനൊന്നും ഇല്ലാതെയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ സാധാരണ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റൗ ടോപ്പിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെച്ച് ഒരു പെർഫെക്റ്റ് പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളമാണ്. 125 ml എടുത്തിട്ടുണ്ട്, അതായത് 1/2 കപ്പ്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റുമാണ്. നമ്മൾ ഈ മിക്സ് ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ ചൂടിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൂടി പോകാൻ പാടില്ല, ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പിസ്സ ഡോവിൻ്റെ ഫെർമെൻറ്റേഷനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും, അത് പൊങ്ങി വരില്ല. എന്തായാലും ഈ 3 ഐറ്റംസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പിസ്സ ഡോ ഉണ്ടാക്കാനുള്ള മൈദമാവാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പാണ്. 250 ml മെഷറിംഗ് കപ്പിനാണ് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവായിട്ട് കഴിച്ചെടുക്കണം. ചപ്പാത്തിയുടെ കുഴയുടെ പരുവത്തിനേക്കാളും ഒരു ഇച്ചിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ വെള്ളം എടുത്തിട്ടും അതായത് ഈസ്റ്റ് മിക്സ് എടുത്തിട്ടും കുറച്ച് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുള്ളത് നമ്മുടെ കിട്ടുന്ന മൈദമാവിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് അത് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമല്ലേ. അപ്പോൾ നിങ്ങൾ കുഴച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട, ലൂസായി പോകും ഒരുപാട്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു പരുവത്തിന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ കുറച്ചൊക്കെ പറ്റി കിടക്കുന്നുണ്ടാവും. നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ കുഴച്ച് വയ്ക്കുക. വെളിച്ചെണ്ണ എടുത്തേക്കില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു നനഞ്ഞ ടവൽ എടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ചേക്കണം. കാരണം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവിൻ്റെ പുറംവശമൊക്കെ ഡ്രൈ ആയിപ്പോവും. എന്തായാലും ഞാനിവിടെ ഒരു 2 മണിക്കൂർ എനിക്ക് സാധാരണ എടുക്കാറുണ്ട്. അത് നമുക്കിത് ഡബിൾ സൈസായി കിട്ടണം ഈ ഒരു മാവ്. അപ്പം ഈ ഒരു ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നതിൻ്റെ, അതായത് ഡബിൾ സൈസായി കിട്ടുന്നതിൻ്റെ ടൈം പല സ്ഥലത്തും മാറാം. അതായത് ക്ലൈമറ്റ് അനുസരിച്ച്, ചൂട് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ഫെർമെൻറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. പിസ്സ സോസ് ഉണ്ടാക്കലാണ് അടുത്ത പരിപാടി. പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാൻ പോവാണ്. ആവി പോയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിനകത്തോട്ട് ഞാൻ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഒലിവ് ഓയിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 5 വെളുത്തുള്ളിയും ഒരു വലിയ സവാള നന്നായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം കേട്ടോ, അത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സോറി കേട്ടോ, ഞാൻ ഇത്രയും ഭാഗം എനിക്ക് റെക്കോർഡായി കിട്ടില്ല. ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തക്കാളി ഉണ്ടായിരുന്നല്ലോ, തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പ്യൂരി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ്. ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം, എരിവ് വേണ്ടതനുസരിച്ച്. കാശ്മീരി ചില്ലി പൗഡറിന് വലിയ എരിവൊന്നും കാണുകയില്ല, മാത്രമേ നമുക്ക് കുറച്ചൊരു കളറും കിട്ടുമല്ലോ നമ്മുടെ സോസിന്. കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തേക്കണേ. ഇനി നമ്മൾ പിസ്സയുടെ ടേസ്റ്റിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറയുന്നതല്ലേ. ഞാൻ ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ഒരു മിക്സഡ് ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാ സൂപ്പർ മാർക്കറ്റിലും വളരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ആവശ്യത്തിന് ചേർക്കൂട്ടോ, എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഒരു ഫ്ലേവർ. അപ്പം അതിനൊരു പ്രത്യേകിച്ചൊരു അളവില്ല, നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ ഫ്ലേവർ അത്രയും ചേർക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് എണ്ണ തിളയുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പം തുറന്ന് നോക്കാം പിസ്സ സോസിൻ്റെ. എന്തായാലും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് അല്പം മൊസറല്ല ചീസാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കുഞ്ഞ് ക്യൂബ്സ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ്. അപ്പം അതിൽ നിന്ന് ഒരു ക്യൂബ് എടുത്തിട്ട് ഞാൻ നമ്മളെ പിസ്സ സോസിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോസ് റെഡി ആയിട്ടാ. അപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പിസ്സ ബേസ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിരുന്നല്ലോ, അതിൻ്റെ അവസ്ഥ നോക്കണ്ടേ. തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ നനച്ച് വെച്ചിരുന്ന ടവലിലൊക്കെ തട്ടി തുടങ്ങിയിട്ടാണ്. എന്തായാലും ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചൊരൽപ്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് പരത്തിയെടുക്കാനുള്ള തവയാണ്. ഞാനിപ്പോൾ ഇവിടെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ മാവ് ഇതിലേക്ക് നന്നായിട്ട് പരത്തി വെച്ചിട്ട് പിസ്സ ബേസ് എങ്ങനെ ഉണ്ടാവും, അതായത് വക്കൊക്കെ നന്നായിട്ട് ഉരുണ്ടിരിക്കും. ആ സെൻറ്റർ പോർഷനുമായിട്ട് ചെറിയൊരു ഇതുപോലൊരു സെപ്പറേഷനും കൂടെ ഇട്ട് ഏകദേശം ആ പിസ്സയുടെ ലുക്കൊക്കെ വരുന്ന രീതിയിൽ നമ്മളിതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലാ വശവും ഒരുപോലെ പൊങ്ങി വരാനായിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണേ. ഇനി നമ്മളെ പിസ്സ സോസ് എടുക്കുക, നന്നായിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, വക്കത്തോട്ടാവാതെ നോക്കണേ.
ഇനി നമ്മൾ ആ പിസ്സയുടെ മെയിൻ ഐറ്റം തന്നെ പറയാമല്ലേ, മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 150 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എടുത്താലും ഒരു വിരോധമില്ല, ടേസ്റ്റ് കൂടെ മാത്രമേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ഹെവിയാണ് ഇത്രയും തന്നെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഈ നമ്മളെ പിസ്സ സോസിനെ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, ആ സോസ് കാണാത്ത രീതിയിൽ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും നമ്മൾ നേരത്തെ ചേർത്ത ഇറ്റാലിയൻ ഹെർബ്സും ഒക്കെ ഒന്നുകൂടെ ഒന്ന് സീസൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ സാധാരണ ഡ്രൈ ചില്ലി സീഡ്സ് കളഞ്ഞിട്ടാണ് സാധാരണ ഒന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ സീഡ്സ് കളയാറില്ല കേട്ടോ, കാരണം ഇവിടെ പൊതുവേ സ്പൈസിനെസ് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ അല്പം പെപ്പർ പൗഡർ ചേർത്താൽ അതും ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കാനായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കംസ് റെഡും യെല്ലോയും ഗ്രീനും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓണിയൻ ഉണ്ട്. ഇതെല്ലാം ക്യൂബായിട്ട് ഇതുപോലെ ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം മൾട്ടി കളേഴ്സ് വേണമെന്നൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ ഇച്ചിരി ഇമ്പ്രസീവ് ആവാൻ വേണ്ടി ഞാൻ മൾട്ടി കളേഴ്സ് എടുത്തതേ ഉള്ളൂ. പിന്നെ പിസ്സയുടെ കാര്യം അറിയാമല്ലോ, നമുക്ക് വളരെയധികം പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ സാധാരണ നമുക്കിനി നോൺ വെജ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ചിക്കനൊക്കെ ചേർക്കുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് നീളത്തിൽ കനം കുറഞ്ഞിട്ട് നീളത്തിൽ നമ്മൾ ഡ്രാഗൺ ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ബോൺലെസ് പീസസ് അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലോറും ഒരു മുട്ടയും കുറച്ച് സോയ സോസും അതിനുള്ള ഉപ്പും ആവശ്യത്തിന് പെപ്പറും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ഒരുപാട് ഡ്രൈ ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതും ഇതുപോലെ ഈ ടോപ്പിങ്ങിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒലീവ്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, സോസേജ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ടോപ്പിംഗ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഒരു വെജ് പിസ്സയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ചീസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തിരുന്ന അതേ ഇറ്റാലിയൻ ഹെർബ്സ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സീസൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബേക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റൗ ടോപ്പിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് വലിയൊരു നോൺ സ്റ്റിക്ക് പോട്ട്, ഞാനിത് എൻ്റെ ബിരിയാണി പോട്ടാണ്, അതിനകത്തോട്ടൊരു തട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് അത്രയും മതിയാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലിടാകുമ്പോൾ ഇതുപോലൊരു ഹോള് കാണും, ഞാൻ അതിലൂടെ ആവി പോകുന്നത് അത് വെച്ചൊന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം സെറ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ച് 15 to 20 മിനിറ്റ്സ് അങ്ങനെ ഒരു വേരിയേഷൻ വരാം കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കതിനി കട്ട് ചെയ്ത് കഴിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ അല്ലേ. അപ്പോൾ പിസ്സയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാമെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഓവൻ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഇനി വിഷമിച്ചിരിക്കേണ്ടത്. ഇതുപോലെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ അലുമിനിയത്തിന് വലിയൊരു വട്ടയാണെന്നുണ്ടെങ്കിലും മതി. അതിനകത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഒരു തവ വയ്ക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടതായ ഒരു റെഡ് ബട്ടൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബെല്ലൈക്കൺ കൂടെ തെളിഞ്ഞു വരുന്ന 3 ഓപ്ഷൻസ് ആണ് കേട്ടോ. അതിനകത്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ. അടുത്തൊരു നല്ല ഡിഷായിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.